ടുഡേ ഹെയർ വാഷ് ഡേ കഴിഞ്ഞ് വന്നിരിക്കാം. എനിക്കിപ്പോൾ 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, എനിക്ക് എൻ്റെ കേൾസ് ഡിഫൈൻ ആക്കാണ്ട് നോർമലായിട്ട് തന്നെ എൻ്റെ കേൾസ് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷേ ഇന്ന് ഞാൻ 2 ചെയ്യാം. ഭയങ്കര ടയർഡാണ്. എൻ്റെ മുഖം കണ്ടാകുന്നുണ്ടോ? ഇല്ലേ? പക്ഷേ ടയർഡാണ് കേട്ടോ. അപ്പം എന്ത് നോക്കാം. ദിസ് ഈസ് ഹൗ മൈ നാച്ചുറൽ കേൾസ് ലുക്സ്. ഉള്ളൊക്കെ പോയി ഉടനെ കഷണ്ടിയാവുമെന്ന് തോന്നുന്നു. കർത്താവേ, കണ്ടാ? ഓക്കെ, വാട്ടവർ. നമ്മൾക്ക് എന്തായാലും കേൾസ് ഡിഫൈൻ ചെയ്യാമല്ലേ? ഓക്കെ ആണോ? അയ്യോ, എനിക്ക് മടുക്കുന്ന. ആക്ച്വലി ഇന്നിപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ നാളെ ഇവിടുത്തെ നല്ല ഫ്രിസ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡിഫൈൻ ആക്കിയിട്ടാൽ ഇച്ചിരി നീറ്റായിട്ട് കിടക്കും. അപ്പം നമുക്ക് ഡിഫൈൻ തന്നെ ചെയ്യാം. ഇപ്പം കുളിച്ചിട്ട് വന്നുകൊണ്ട് തന്നെ നല്ല വെറ്റായിട്ടിരിക്കുന്നത് കാണുന്നുണ്ടോ? വെള്ളം വരുന്നുണ്ടോ? ബ്ലും ബ്ലും. ക്ലിപ്പ് കാണുന്നില്ല. എല്ലാം എടുത്ത് വെച്ചതായിട്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. വെയിറ്റ്, കാണുന്നില്ല. അപ്പം നമുക്ക് കൈ കൊണ്ട് തന്നെ ടൈ ചെയ്ത് വെക്കാം. ആക്ച്വലി എനിക്ക് ഒരു കേൾ ക്രീമിൻ്റെ ആവശ്യമുണ്ടോ? കാര്യമൊന്നുമില്ല. കേൾ ക്രീം ഒന്ന് യൂസ് ചെയ്യാം. ആക്ച്വലി നമ്മളെപ്പോഴും യൂസ് ചെയ്യാൻ പോകുന്ന ക്രീം കേൾക്കോൻ്റെ കേൾ ക്രീം ഒന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മുഖത്ത് നിങ്ങൾ പിന്നെ ശേഷം കാണുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റും. ആക്ച്വലി നിങ്ങൾക്ക് ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെന്നറിയാമോ? ഒന്നും പറയാണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഇപ്പം ഞാൻ കേൾ ഡിഫൈൻ ചെയ്യാം. ആക്ച്വലി എനിക്ക് ഈ ബ്രാൻഡ് കൊളാബ് അയച്ചതാണ്. എനിക്ക് ഒരു തവണ ഞാൻ യൂസ് ചെയ്ത് നോക്കി, കൊള്ളാം. ഇതും ഇതിൻ്റെ ഒരു സെറവും പ്ലസ് ജെല്ലും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ദിവസം ചെയ്യാം. പക്ഷെ ഇപ്പം നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എടുത്തു നമ്മൾ കുറച്ച് ക്രീം. ഇത്ര ഞാൻ എടുക്കുന്നുള്ളൂ. കാണിച്ചു എടുക്കാമല്ലേ? ഇത്ര ഞാൻ എടുക്കുന്നുള്ളൂ. ഞാൻ ഇത്ര പൊതുവെ എടുക്കാറില്ല. ആക്ച്വലി ഇത്രത്തിന് ആവശ്യമില്ല. ഒരു സൈഡിൽ എന്നിട്ട് നമ്മുടെ റൂട്ടിലാക്കാണ്ട്, നമ്മൾ സ്കാൽപ്പിലാക്കാണ്ട് നമ്മളിങ്ങനെ ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ കൂടെ തന്നെ ഇങ്ങനെ കോമ്പ് ചെയ്ത് കിട്ടും. ആക്ച്വലി ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനെ വിളക്കോന്ന് തോന്നുന്നു കുറേ എടുക്കും. അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത്രയൊക്കെ മതി. നാച്ചുറൽ കളേഴ്സ് ഉള്ളവർക്കാണെങ്കിൽ ഇത്ര മതി. അല്ലാത്തവരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. എനിക്ക് അല്ലാത്ത മതിയല്ലോ. ഞാൻ ആക്ച്വലി ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ഓയിൽ ചെയ്യണം. ഓയിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെയൊക്കെ വെക്കാറുണ്ട്. ഞാൻ ഓയിലും എടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് ചെയ്യാം. ഒന്ന്, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രിസ് കൂടുതലാണ്, ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് ഓരോ പോർഷൻ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഓരോ പോർഷൻ ഇങ്ങനെ എടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുള്ള കോമ്പ് ചെയ്യുക. എന്നിട്ട് ഫിംഗർ കോയിലിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മളിങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുക. മുഖച്ചെടുക്കണ്ട. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് ചെയ്തെടുത്താൽ മതി. സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, നമുക്ക് അടുത്തെടുക്കുക. ഞാനിങ്ങനെ ചെയ്യണേ. അല്ലാണ്ട് ഒരു കോമ്പുണ്ട്. കോമ്പ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് രണ്ടും എനിക്ക് അറിയത്തുള്ളൂ ചെയ്യുന്ന രീതി. ഞാൻ വേറെ ചെയ്ത് നോക്കിയിട്ടില്ല. സോ യാ, പക്ഷേ ആക്ച്വലി കേൾ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൈൽ ചെയ്യുമ്പം നമുക്ക് നല്ല ഡിഫറൻസ് വരാറുണ്ട്. എനിക്കറിയത്തില്ല എന്താ സംസാരിക്കണ്ടെന്ന്. കേൾസ് ഉള്ളതുകൊണ്ടാണോ അതോ എല്ലാവർക്കും അങ്ങനെയാണോ വേവി ആയിട്ട് ചെയ്യുന്നവർക്ക് ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ക്രീം യൂസ് ആക്കാണ്ട് ഫിംഗർ കോയിലിംഗ് ചെയ്താലും കേൾസ് നന്നായിട്ട് ഡിഫൈൻ ആയിട്ട് കിടക്കാറുണ്ട്. അപ്പം ക്രീം ഇല്ലാത്തവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നെ കണ്ടിട്ട് ശരി വരുന്നുണ്ടോ? വേണ്ട, സൈഡ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. കാണിക്കട്ടെ. ഇറ്റ്സ് റിസൾട്ടിൻ്റെ ടൈം. എന്താണേ, നമുക്കൊന്നുകൂടി ചെയ്യാം. ഇവിടെ 2-3 പീസാക്കാം. ഒത്തിരി കട്ടി. ഞാൻ ഇതിൻ്റെ പ്രായമൊന്നുമല്ല കേട്ടോ. ചിലവരുടെയൊക്കെ കേൾസ് കാണുമ്പോൾ എനിക്ക് വാവെന്ന് തോന്നും.
അതുകൊണ്ട് ഞാൻ ഈ പ്രോയൊന്നുമല്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. വാങ്ങോട്ട് ഫൈൻ. നമ്മൾ ആ സൈഡ് ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. അഗെയിൻ നമുക്ക് ക്രീം എടുക്കാം. സോറി, നമുക്കിത് താഴെ തുടങ്ങാം. മറ്റേത് മേടയും തുടങ്ങി, അപ്പോൾ ഇത് താഴെ. ഫൈനലി കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. ഇനി ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി അതിൻ്റെ റിസൾട്ട് കറക്റ്റ് അറിയാം. പക്ഷെ ഡ്രൈ ആവുന്നതാണ് അവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. ഹെയർ ഡ്രയർ ഇരിപ്പുണ്ട്, പക്ഷെ എടുത്തുകൊണ്ട് വന്ന് ചെയ്യാനുള്ളൊരു മടിയ. ഡ്രൈ ആയി കഴിയുമ്പം ഇച്ചിരി ഓയിൽ എടുക്കുക. ഓയിലല്ലേ സെറം, ഞാൻ പറയുന്നത് കോക്കനട്ട് ഓയിൽ എടുത്താൽ മതി. നമ്മളെല്ലാം കൂടി പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതാകുമ്പോൾ നമ്മുടെ ഹെയർ ഒന്ന് മോയ്സ്ചർ കണ്ടൻ്റ് ആയിട്ടിരിക്കും. ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് മോയ്സ്ചറൈസർ. ആ സാധനം പോലെ ഇരിക്കും. അല്ല, നമ്മുടെ ഹെയറിൽ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കാണും. അതല്ല. അപ്പം ബൈ ഗൈസ്, അടുത്തൊരു ദിവസം എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.